ഇനി നമുക്ക് ഈ ചലച്ചിത്ര താരസംഘടന അമ്മയിൽ വിവാദം വീണ്ടും കനക്കുകയാണ്. പ്രതികരണവുമായി മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോൻ കൂടി എത്തിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന പവർ ഗ്രൂപ്പിനോടാണ് തന്റെ യുദ്ധമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. താൻ ഉയർത്തിയ യഥാർത്ഥ വിഷയങ്ങൾ മറച്ചുവെച്ച് നുണക്കഥകൾ പ്രചരിപ്പിക്കപ്പെടുകയാണ്. ആരോപണ വിധേയർ ഒരിക്കലും അമ്മയുടെ തലപ്പത്ത് വരില്ല. തനിക്കെതിരെ ഉയർന്ന BJP ബന്ധമെന്ന ആരോപണം ശ്വേത നിഷേധിക്കുന്നു. സജോ ദേവസിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ, ഗുഡ് മോർണിംഗ് സജോ. അമ്മയിൽ അടി തുടരുകയാണ് അല്ലേ? വിഴുപ്പലക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിപ്പോൾ ശ്വേത വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നല്ലോ. ഏത് പശ്ചാത്തലത്തിൽ? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങൾ പോര് തൽക്കാലം തീരില്ല എന്ന കാര്യം ഉറപ്പിക്കുന്നതാണ് ശ്വേതാ മേനോൻ വീണ്ടും പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. അതായത് നിയമപോരാട്ടം നടക്കുന്നുണ്ട് എന്താണ്. താരസംഘടനയുടെ സാങ്കേതികമായി ഇപ്പോഴും പ്രസിഡന്റ് പദവിയിൽ ശ്വേതാ മേനോൻ തുടരുന്നുണ്ട്. പക്ഷെ അവരുടെ അധികാരം വേണ്ട രൂപത്തിൽ എക്സസൈസ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനുവേണ്ടിയാണ് നിയമപോരാട്ടം തുടരുന്നത്. താൻ പിൻവാങ്ങില്ല, നിശബ്ദയാകില്ല എന്നാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. മുൻപ് പറഞ്ഞ കാര്യം വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു. ഹേമ കമ്മിറ്റിയിലടക്കം പരാമർശിക്കപ്പെടുന്ന കുറ്റാരോപിതർ ഒരിക്കലും താരസംഘടനയുടെ തലപ്പത്ത് വരില്ല, താൻ അതിന് അനുവദിക്കില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അതിലും പ്രധാനപ്പെട്ട കാര്യം ശ്വേതാ മേനോൻ നേരിട്ട രാഷ്ട്രീയ ആരോപണത്തിന് അവർ നേരിട്ട് ആദ്യമായി മറുപടി പറയുന്നു എന്നൊരു സവിശേഷത കൂടിയുണ്ട്. ശ്വേതാ മേനോന് BJP ബാന്ധവുമുണ്ട്. അതല്ലെങ്കിൽ BJP-യുമായി ഒരു ഡീൽ ഉണ്ടാക്കി ശ്വേതാ മേനോൻ തിരഞ്ഞെടുപ്പ് കാലത്ത് എന്തായിരുന്നു ഒരു ആരോപണം. ആ ആരോപണത്തിന് അവർ സജോ, ഒരു പ്രയോജനവും ഇല്ലാത്ത അടിയാണ് അവിടെ നടക്കുന്നത്. നമുക്ക് തൽക്കാലം അവിടെ വിടാം.